ഫ്രണ്ട്സ്, നമ്മുടെ വെസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രകാരം ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ നൽകാനുള്ള യോഗ്യത എന്ന് പറയുന്നത് SSLC IT കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൽ നിലവിൽ വിളിച്ചിരിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം 3015ഓളം വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. വിവിധ ട്രേഡുകളിലായിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് 10ാം ക്ലാസ്സും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് IT കഴിഞ്ഞിരിക്കും, അത് NCVT ആണെങ്കിലും SCVT കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഒട്ടനവധി ട്രേഡുകൾ ഇതിൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ കാണിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം ഒട്ടനവധി ട്രേഡുകൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വിശദമായിട്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇനി ഇതിൽ ഏതൊക്കെ ട്രേഡാണ് വിളിച്ചിരിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്കൂടെ കാണാം. AC മെക്കാനിക്, ദെൻ അപ്രൻറ്റീസ് ഫുഡ് പ്രൊഡക്ഷൻ കുക്കറി, ദെൻ അപ്രൻറ്റീസ്ഷിപ്പ് ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, വെജിറ്റേറിയൻ, ദെൻ അസിസ്റ്റൻറ്റ് ഫ്രണ്ട് ഓഫീസ് മാനേജർ, ബ്ലാക്ക് സ്മിത്ത്, ഫൗണ്ടറി മാന്, ദെൻ ബുക്ക് ബൈൻഡർ, ക്യാബിൾ ജോയിൻറ്റർ, കാർപ്പൻറ്റർ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആൻഡ് പെരിഫറൽ ഹാർഡ്വെയർ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് മെക്കാനിക്, ദെൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ടെക്നീഷ്യൻ, ദെൻ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, ഡെൻ്റൽ ലബോറട്ടറി ടെക്നീഷ്യൻ, ഡീസൽ മെക്കാനിക്ക്, അതിൻ്റെയൊക്കെ വേക്കൻസികൾ നിങ്ങൾക്ക് അവിടെ നോക്കാവുന്നതാണ്. ഡിജിറ്റൽ ഫോട്ടോഗ്രാഫർ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ, ഇലക്ട്രീഷ്യന്, ഇതൊക്കെ ഒരു യൂണിറ്റ് വൈസ് ആയിട്ടാണ് ഡിവിഷൻ വൈസ് ആയിട്ട് വിളിച്ചിരിക്കുന്നത് കേട്ടോ. ഇലക്ട്രോണിക് മെക്കാനിക്ക്, ഫിറ്റർ, ദെൻ നിങ്ങൾക്ക് ഫ്ലോറിസ്റ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ്, അതുപോലെ ഹെൽത്ത് സാനിറ്ററി ഇൻസ്പെക്ടർ, ദെൻ ഹോർട്ടിക്കൾച്ചർ അസിസ്റ്റൻറ്റ്, ഹൗസ് കീപ്പർ ഹോസ്പിറ്റൽ, ഹൗസ് കീപ്പർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ദെൻ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസ്, മെഷീനിസ്റ്റ്, ദെൻ മേസൺ ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ, ദെൻ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ് മെക്കാനിക് കം ഓപ്പറേറ്റർ ആണ്. പിന്നെ മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ, ദെൻ മെക്കാനിക് ഇലക്ട്രിക്കൽ ഡൊമസ്റ്റിക് അപ്ലയൻസസ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ട്രാക്ടർ, ദെൻ മെക്കാനിക് കം ഓപ്പറേറ്റർ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, മൾട്ടിമീഡിയ, വെബ് പേജ് ഡിസൈനർ, പെയിൻറ്റർ ജനറൽ, പ്ലംബർ, പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക്ക്, റിസപ്ഷനിസ്റ്റ്, ഹോട്ടൽ ക്ലർക്ക്, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ദെൻ സെക്രട്ടറിയൽ അസിസ്റ്റൻറ്റ്, ദെൻ സീയിങ് ടെക്നോളജി, കട്ടിംഗ്, ടൈലറിംഗ് ഓർ ടൈലർ ജനറൽ, ദെൻ സ്റ്റെനോഗ്രാഫർ ഇംഗ്ലീഷ്, ഹിന്ദി, ദെൻ ടേണർ, ദെൻ വെൽഡർ, ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് വയർമാൻ. ഇത്രയും ട്രേഡുകളാണ് വിളിച്ചിരിക്കുന്നത്. ഈ ട്രേഡുകളിൽ നിങ്ങൾക്ക് അതായത് ട്രേഡിൽ IT കഴിഞ്ഞവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അത് മാത്രമല്ല എങ്ങനെയാണ് നമ്മളിതിൽ ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നെല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിൻ്റെ ഹോം പേജാണ്. ഈ ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം വീഡിയോസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ലേറ്റസ്റ്റ് ആയിട്ടുള്ളതൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോസൊക്കെ തമ്പനയിൽ നോക്കിയിട്ട് കാണുവാനും അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരൊക്കെ മാക്സിമം ഷെയർ ചെയ്യാനൊക്കെ പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. അപ്പോൾ നിലവിൽ വിളിച്ചിരിക്കുന്നത് അപ്രൻറ്റീസ്ഷിപ്പ് പ്രോഗ്രാമിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് 14/12/2023 അപ്പോൾ അപ്രൻറ്റീസ്ഷിപ്പ് എന്ന് കേട്ട് നിങ്ങൾ വിട്ട് കളയേണ്ട. അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. കാരണം അപ്രൻറ്റീസ്ഷിപ്പ് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഗ്രൂപ്പ് D എക്സാമിനേഷനിൽ വരുന്ന സമയത്ത് 20% പോസ്റ്റിലേക്ക് നിശ്ചിതമായിട്ടുള്ള പ്രിഫറൻസ് ഒക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതിന് നിശ്ചിതമായുള്ള വെയിറ്റേജ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്താലുള്ള ഒരു ബെനിഫിറ്റ് പ്രധാനമായിട്ട് പറയാനുള്ളത്. അതുമാത്രമല്ല റെയിൽവേ പോലെയുള്ള ഇത്തരം നമുക്ക് സെക്ടറുകൾ കറക്റ്റ് നമുക്ക് നല്ല സ്കില്ലൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് നമ്മുടെ പ്രാക്ടിക്കൽ നോളജൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാനൊക്കെ പറ്റുന്ന ഒരു സംവിധാനമാണ് ഈ അപ്രൻറ്റീസ്ഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വെറുതെ തള്ളിക്കളയേണ്ട, മാക്സിമം നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് ഞാൻ പറഞ്ഞു, December 15 മുതൽ January 14 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ടോട്ടൽ വേക്കൻസി 3015 വേക്കൻസിയാണ്. അത് ഡിവിഷൻ വൈസ് വേക്കൻസി ഇവിടെ പറയുന്നുണ്ട്, നിങ്ങൾക്കിവിടെ കാണാം. അതോടൊപ്പം തന്നെ ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ മിനിമം ഏജ് 15, മാക്സിമം ഏജ് 24 ആണ്. അപ്പോൾ ഈ ഡേറ്റ് 14/12/2023 എന്ന് പറയുന്ന ഈ ഡേറ്റ് കണക്കാക്കി മിനിമം നിങ്ങൾക്ക് 15, മാക്സിമം 24 വയസ്സ് വരെയുള്ളവർക്ക് ഇതിൻ്റെ ഉള്ളിലുള്ളവർക്ക് ഈ ഏജ് ഉള്ളിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 29 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ അവർക്ക് 27 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ദെൻ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ ഇതിൻ്റെ എലിജിബിലിറ്റി കണ്ടീഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതായത് 10ാം ക്ലാസ്സിൽ 50% മാർക്കോടുകൂടി നിങ്ങൾ പാസ്സായിരിക്കുക, ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ. പ്ലസ് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തും കൂടെ വേണം, അതത് ട്രേഡുകളിൽ നിശ്ചിത ട്രേഡുകളൊക്കെ ഞാൻ വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത് പറയാം. എല്ലാ ട്രേഡുകളും വിവിധ ട്രേഡുകൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ട്രേഡുകൾ നിങ്ങൾക്ക് എന്താണ് IT കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അത് NCVT ആണെങ്കിലും SCVT ആണെങ്കിലും പറ്റും. അപ്പോൾ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 10ാം ക്ലാസ് SSLC പ്ലസ് 50% SSLCയിൽ മാർക്ക് വേണം. ഓക്കെ, 50% മാർക്ക് വേണം. ഓക്കെ,
ദെൻ അഡീഷണൽ ആയിട്ട് പ്ലസ് അതിൻ്റെ കൂടെ നമുക്ക് ITI വേണം, അതായത് ട്രേഡുകളിൽ ITIയും വേണം. ഇങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ITIയിൽ നിങ്ങൾക്ക് എത്ര ശതമാനമാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ മിനിമം 50% മാർക്ക് വേണമെന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഇതിൽ മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇതിൻ്റെ മോഡ് ഓഫ് സെലക്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് 10ാം ക്ലാസ്സിലും നമ്മുടെ ITIയിലും കിട്ടിയിരിക്കുന്ന മാർക്കിൻ്റെ ഒരു ശരാശരി എടുത്തിട്ടാണ് ഇതിൻ്റെ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക. വേറെ എക്സാമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ വിളിക്കും. ഡോക്യുമെൻ്റ് ഒക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ് ഈ പറയുന്ന അപ്രൻറ്റീഷിപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ദെൻ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വിശദമായിട്ടും കാണിക്കാം. അപേക്ഷാ ഫീസ് ഉണ്ട്. ഈ പറയുന്ന ജനറൽ OBC EWS കാൻഡിഡേറ്റ്സ് മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 136 രൂപ അപേക്ഷാ ഫീസ് ഉണ്ട്. എന്നാൽ വിമൻ കാൻഡിഡേറ്റ്സിന് യാതൊരു ഈ പറയുന്ന 36 രൂപയാണ് ഫീസായിട്ട്, പ്രോസസ്സിംഗ് ചാർജ് മാത്രമേ അവർക്കുള്ളൂ. അതുപോലെ SC/ST PWD കാൻഡിഡേറ്റ്സിന് 36 രൂപയുള്ളൂ. അപ്പോൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വെറും 36 രൂപ കൊടുത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നാൽ ഈ പറയുന്ന മെയിൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള OBC EWS ജനറൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 136 രൂപ ഫീ പേയ്മെൻറ്റ് ചെയ്യണം. SC/ST PWD കാൻഡിഡേറ്റ്സിനാണെങ്കിലും 36 രൂപയാണ് ഫീ വരുന്നത്. ദെൻ ഡോക്യുമെൻറ്റ് ഓൺലൈനായിട്ടാണ് ഫീ അടയ്ക്കേണ്ടത്. നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യണം വെച്ചാൽ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്യണം. JPG ഫോമാറ്റിൽ 50 KBയുടെയും 200 KBയുടെ ഇടയിലായിരിക്കണം ഫയൽ സൈസ്. അതിൻ്റെ ഡയമെൻഷൻ ഇവിടെ പറയുന്നത് റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫിൽ ഡയമെൻഷൻ 100x120 ആയിരിക്കണം അതിൻ്റെ ആ ഒരു പിക്സൽ. അതോടൊപ്പം തന്നെ സിഗ്നേച്ചർ ആണെങ്കിൽ 160x70 ആയിരിക്കണം കേട്ടോ അതിൻ്റെ ഡയമെൻഷനൊക്കെ. ദെൻ സർട്ടിഫിക്കറ്റ് എന്തൊക്കെയാണ് ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടത് വെച്ചാൽ 50 KBയുടെയും 200 KBയുടെയും ഫയൽ സൈസ്, അതിൻ്റെ ഉള്ളിൽ വരുന്ന ഫയൽ സൈസ് ആയിരിക്കണം. JPG ഫോമാറ്റ് ആയിരിക്കണം. 10ാം ക്ലാസ്സിലെ മാർക്ക് ഷീറ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇതിൽ ഏതെങ്കിലും ഒന്ന്, നമ്മളടുത്ത് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് ഉണ്ടാവുള്ളൂ. ഇനി മാർക്ക് ഷീറ്റ് ഉണ്ട്, മാർക്ക് ഷീറ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പരീക്ഷ വന്ന് നിങ്ങൾക്ക് മാർക്ക് ഷീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, മാർക്ക് ഷീറ്റ് വെച്ചാൽ നമ്മുടെ ഇപ്പം 10ാം ക്ലാസ് നമുക്ക് A+, B+ ഇതാണല്ലോ, അതിൻ്റെ കറക്റ്റ് മാർക്ക് അറിയുന്ന അതിൻ്റെ സ്കോർ കാർഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ വെക്കാം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, അത് തന്നെ വെച്ചെടുക്കാം, നമ്മളുള്ളത് വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നമ്മൾ SC/ST OBC EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് അത് ക്ലെയിം ചെയ്യണമെങ്കിൽ നിശ്ചിത ഫോർമാറ്റ് വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. ആ രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം ഇതിൽ അപ്ലോഡ് ചെയ്യണം സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടിയിട്ട്. PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ദെൻ ഇനി ITI സർട്ടിഫിക്കറ്റും അതുപോലെ അതിൻ്റെ മാർക്ക് ഷീറ്റും നമ്മൾ എന്ത് ചെയ്യണം ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. NCVT ആണെങ്കിലും SCVT ആണെങ്കിലും നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്, ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ ലിസ്റ്റ്, അതായത് മെറിറ്റ് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടുന്ന ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കാണിക്കാം. അതായത് ഇതിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ തരാം. നമ്മൾ വെസ്റ്റ് സെൻട്രൽ റെയിൽവേ ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി. വെസ്റ്റ് സെൻട്രൽ റെയിൽവേ അതിൻ്റെ ഒഫീഷ്യൽ പേജാണത്. ഈ ഒഫീഷ്യൽ പേജ് കയറിയിട്ട് ഇതാ ഇവിടെ അബൌട്ട് അസ് എന്നുള്ളിടത്ത് നിങ്ങൾക്ക് താഴെ ഇവിടെ കാണാം റിക്രൂട്ട്മെൻറ്റ് കാണാം. റിക്രൂട്ട്മെൻറ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. റിക്രൂട്ട്മെൻറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 ലിങ്കുകൾ വരുക. റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെല്ലിൻ്റെ ലിങ്ക് ഉണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എൻഗേജ്മെൻറ്റ് ഓഫ് ആക്ട് അപ്രൻറ്റീസ്ഷിപ്പ് 2023-24 ഇതാണ് നമ്മൾ നോക്കേണ്ടത്. 23-24 ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നിലവിൽ ഇത് അവിടെ നോട്ടിഫിക്കേഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഓൺലൈനുള്ള ലിങ്ക്, ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന ലിങ്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ റിസൾട്ട് കാര്യങ്ങളൊക്കെ മെറിറ്റ് ലിസ്റ്റൊക്കെ വരുമ്പോൾ ഈ ഒരു പേജിലാണ് വരിക. അപ്പോൾ നിങ്ങൾ അതേപോലെ ഈ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾ ആ രീതിയിൽ എടുത്താൽ മതി. നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റ് നിങ്ങൾക്ക് ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമ്മുടെ ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും. അപ്പോൾ ഈ വെസ്റ്റ് സെൻട്രൽ റെയിൽവേൻ്റെ ഒഫീഷ്യൽ പേജിൻ്റെ ലിങ്ക് ഞാനിടാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതായത് SSLCയിൽ 50% മാർക്കും 10th നിങ്ങൾക്ക് 50% മാർക്കും വേണം. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡുകൾ ഏതെങ്കിലും ITIയും കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ എന്താണ് OBC SC/ST അങ്ങനെ കാസ്റ്റ് വൈസ് അല്ലെങ്കിൽ കാറ്റഗറി വൈസ് വേക്കൻസി ഒക്കെ ഇവിടെ കാണാവുന്നതാണ്. നിങ്ങൾക്ക് നോക്കാം. PWD കാൻഡിഡേറ്റ്സിൻ്റെ ഇവിടെയും കാണാം, എക്സ് സർവീസ്മെൻ്റ് ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ നോക്കാം. പിന്നെ ഇതിലേക്കുള്ള നിങ്ങൾക്ക് ഈ പറയുന്ന റിസർവേഷനൊക്കെ ക്ലെയിം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന സെയിം ഫോർമാറ്റിലുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. SC/STൻ്റെ ഇതാണ് കൊടുത്തിരിക്കുന്നത്, ഡൗൺലോഡ് ചെയ്യാം. OBCൻ്റെ സർട്ടിഫിക്കറ്റ് ആണ്, OBC നോൺ ക്രിമിനൽ കാൻഡിഡേറ്റ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ്, സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റാണ്. ഇനി അതോടൊപ്പം തന്നെ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഈ ഒരു സെൽഫ് ഡിക്ലറേഷൻ ഇവിടെ അവരെന്ത് ചെയ്യണം ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്യണം. അവർ സ്വന്തമായിട്ട് ഫില്ല് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിക്ലറേഷൻ അവിടെ അവരെന്ത് ചെയ്യണം ഈ OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ അവരെന്ത് ചെയ്യണം അതിൻ്റെ കൂടെ വെക്കേണ്ടതാണ്. ഓക്കെ, സെൽഫ് ഡിക്ലറേഷനാണ്, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ OBC നോൺ ക്രിമിനൽ 2 സർട്ടിഫിക്കറ്റ്, ഒന്ന് ഇത്, ഓക്കെ, രണ്ടാമത്തെ സർട്ടിഫിക്കറ്റ് ഇത് സെൽഫായിട്ട് നമ്മൾ തന്നെ ഫില്ല് ചെയ്യുക, നമ്മൾ സൈൻ ചെയ്യുക, അങ്ങനെയുള്ള ഡിക്ലറേഷനാണ്. ഞാൻ അതോടൊപ്പം തന്നെ EWS കാൻഡിഡേറ്റ്സ് അവർ തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയാണ്. പിന്നെ PWD കാൻഡിഡേറ്റ്സും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അതിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് തരും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതാ ഈ ഒരു പേജിലേക്കായിരിക്കും വരിക. റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെൽ എന്ന് പറഞ്ഞിട്ട് കൂടെ കാണാൻ പറ്റും. ഇതിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് കൂടെ കാണാൻ പറ്റും, ക്ലോസിംഗ് ഡേറ്റ് കൂടെ കാണാൻ പറ്റും. ഇതിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. then അതോടൊപ്പം തന്നെ ഓൾറെഡി നമ്മളിതിൽ രജിസ്റ്റർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ക്ലിക്ക് ഹിയർ ടു ലോഗിൻ എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം.
അപ്പോൾ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കാൻഡിഡേറ്റ് സ്പീഡ് പ്ലീസ് സെലക്ട് ITA ട്രേഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ മെനുവാണ്. ജസ്റ്റ് ക്ലിക്ക് ഹിയർ ടു സെലക്ട് ITA ട്രേഡ് എന്നുള്ള ആ ഒരു ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഏതിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്? ചിലപ്പോൾ ഞാനിവിടെ കാർപ്പൻറ്റർ ആണ് എടുക്കുന്നത്. കാർപ്പൻറ്റർ ഇവിടെ സെലക്ട് ചെയ്തു, 9ാമത്തെ കോഡ്. ഓക്കെ, കാർപ്പൻറ്റർ സെലക്ട് ചെയ്തു. പേജ് ലോഡാവുക, കുറച്ച് ടൈം പിടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മൊബൈലൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫോമാണ് വരിക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അപ്ലിക്കേഷൻ ഫോർ എൻഗേജ്മെൻറ്റ് ഓഫ് ആക്ട് അപ്രൻറ്റീസ്ഷിപ്പ് RRC ജബൽപൂർ എന്ന് കാണാൻ പറ്റും. അപ്പോൾ അത് ആ ഒരു ഡിവിഷനൊക്കെ സെലക്ട് ആവും. നമ്മൾ ഇതിനനുസരിച്ച് വേക്കൻസിക്ക് അനുസരിച്ച് സെലക്ട് ആവും ഏത് ട്രേഡ് എവിടെയാണ് വേക്കൻസി ഉള്ളത് വെച്ചാൽ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഫസ്റ്റ് നെയിം കൊടുക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, മിഡിൽ നെയിം ഉണ്ടെങ്കിൽ കൊടുക്കുക, ലാസ്റ്റ് നെയിം അങ്ങനെ കൊടുക്കുക, നമ്മുടെ പേര് കൊടുക്കുക. നമ്മുടെ SSLC ബുക്കിൽ നമ്മുടെ പേര് എങ്ങനെയാണോ അത് ഈ കോളത്തിൽ കൊടുക്കുക. ഓക്കെ, അത് ഈ 2ാമത്തെ കോളത്തിൽ അതേപോലെ കൊടുക്കുക. നമ്മുടെ SSLC ബുക്കിൽ എങ്ങനെയാണോ നമ്മുടെ പേര് വെച്ചാൽ കൊടുക്കുക കേട്ടോ. പിന്നെ ആധാർ കാർഡിൻ്റെ നമ്പർ ഉണ്ട് കൊടുക്കുക, ഫാദറിൻ്റെ പേര് കൊടുക്കുക, മദറിൻ്റെ പേര് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കുക. ദെൻ റിലീജിയൻ നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്യാം, ഹിന്ദു ആണോ മുസ്ലിം ആണോ ഏതായാലും നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം മൊബൈൽ നമ്പർ കൊടുക്കുക. ദെൻ മെയിൽ ഓർ ഫീമെയിൽ ഏതായാലും നിങ്ങളത് സെലക്ട് ചെയ്യാം. ദെൻ കമ്മ്യൂണിറ്റി EWS ആണോ SC ആണോ OBC ആണോ ജനറൽ ആണെങ്കിൽ UR എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഓക്കെ, ദെൻ അതോടൊപ്പം തന്നെ നമ്മുടെ അക്കാദമിക് എഡ്യൂക്കേഷൻ SSLC നമ്മളൊന്ന് ഇവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം 10ാം ക്ലാസ്സിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന മാർക്കിൻ്റെ ശതമാനം നമ്മൾ എത്രയാണെന്ന് വെച്ചാൽ നമ്മളവിടെ അടിച്ചു കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ സൂം ചെയ്തിട്ട് കാണിക്കാം കുറച്ചും കൂടെ ഫോം. ഓക്കെ, കുറച്ചും കൂടെ സൂം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജ് ഇവിടെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇവിടെ കാർപ്പൻറ്റർ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് ഡീഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് മാറ്റാനും കഴിയില്ല, അത് അങ്ങനെ തന്നെ കിടക്കും. ശേഷം അതിൻ്റെ ITA പെർസെൻറ്റേജ് നമ്മൾ കൊടുക്കണം. എത്ര ശതമാനം മാർക്ക് ഉണ്ടെന്ന് വെച്ചാൽ പെർസെൻറ്റേജ് നമ്മൾ കൊടുക്കാം. അതിനുശേഷം ഏത് യൂണിറ്റിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ഈ ജബൽപൂർ ഡിവിഷനിലേക്ക് തന്നെയാണോ ദെൻ ഭോപ്പാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് യൂണിറ്റിലേക്കാണ് നിങ്ങൾ ഡിവിഷനിലേക്കാണ് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സെലക്ട് ചെയ്യാം. ഞാൻ ജബൽപൂറാണ് കൊടുക്കുന്നത്. അതിനുശേഷം എക്സ് സർവീസ്മാൻ ആണെന്നാണ്, അപ്പം നോ കൊടുക്കുക, ആണെങ്കിൽ യെസ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ആപ്ലിക്കേഷൻ ഞാൻ ഇപ്പോൾ കംപ്ലീറ്റ് ഫില്ല് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് താല്പര്യമുണ്ട് നിങ്ങൾ കൂടുതൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ വേണമെങ്കിൽ ഫില്ല് ചെയ്ത് കാണിക്കാം. ഇതിങ്ങനെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ പോയാൽ മതി, വേറെ വലിയ ടാസ്ക് ഒന്നുമില്ല. പിന്നെ നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അപ്രൻറ്റീസ്ഷിപ്പ് ഇതിലേക്ക് ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം 2 ദിവസത്തിൻ്റെ ഉള്ളിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. കാരണം പിന്നീട് കുറേ അങ്ങോട്ട് നീണ്ടുപോലെ നമുക്ക് ചെയ്യുന്നതിൽ കാര്യമില്ല. അതുകൊണ്ടാണ് അപ്പോൾ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ മാക്സിമം കമൻറ്റ് മാക്സിമം ഷെയർ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്മളത് ഓൺലൈൻ ഫോം ഫില്ലിങ്ങിൻ്റെ വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്താൽ മതി. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തിട്ട് നമ്മളോട് മെസ്സേജ് അയച്ചാൽ നമുക്ക് പറ്റുന്ന സമയത്ത് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക. ആവശ്യമുള്ള എല്ലാ ലിങ്കുകളും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. താങ്ക്